ഹലോ ഗായ്സ്, പാർട്ട് 1 ഓഫ് അവർ ലക്ഷദ്വീപ് ട്രിപ്പ്. ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറേ ദിവസങ്ങളുണ്ടായിരുന്നേ. ഞങ്ങൾ 3 പേരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു ദിവസത്തിനായിട്ട്. ഇപ്പോഴത്തെ ഞങ്ങൾ ആ ഡ്രീം പ്ലേസിലോട്ട് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെയും കാണിക്കാം. നമ്മളുടെ യാത്ര 4 ഡേയ്സും 3 നൈറ്റ്സും ആണ്. നമ്മൾ കോട്ടക്കിലുള്ള കലശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ത്രൂ ആണ് യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചി ടു അഗത്തി ഐലൻഡിലോട്ടാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. അതിനാണ് നമ്മൾ അഞ്ജലിയുടെ വീട്ടിലോട്ട് തലേ ദിവസം തന്നെ പോയിട്ടുള്ളത്. രാവിലെ 9 മണിക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് വരുന്നത്. 7 മണിയാകുമ്പോൾ നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ അഞ്ജലിയുടെ പപ്പ നമ്മളെ എയർപോർട്ടിലൊക്കെ കൊണ്ടാക്കി. ഞങ്ങളിതേ എയർപോർട്ടിലൊക്കെ കയറി ചെക്ക് ഇൻ ചെയ്തു, ബാഗേജൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഞാനും ബുൾബുളും ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് കയറുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ആദ്യമായിട്ട് എയർപോർട്ടിൻ്റെ ഉൾവശം കാണുന്നതുകൊണ്ട് തന്നെ ഞാനും ബുൾബുളും അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്ന് ഫോട്ടോ എടുത്തു, ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ളത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബുൾബുളിനെയും കൂട്ടിയിട്ട് ഒരു ദൂരയാത്ര പോകുക എന്നുള്ളത്. അത് ലക്ഷദ്വീപിലോട്ടായതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് പോകുന്നതിൻ്റെ മുന്നേ ലക്ഷദ്വീപത്തെ വീഡിയോസ് കാണുന്നു, അതിലുള്ള ഡ്രസ്സുകൾ കാണിക്കുന്നു. അമ്മ എനിക്ക് തരത്തിലുള്ള ഡ്രസ്സ് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായി ലക്ഷദ്വീപ് ട്രിപ്പിന് വേണ്ടിയിട്ട്. ലക്ഷദ്വീപിൽ ഇട്ട് തീർക്കാവുന്നതിനേക്കാൾ ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായി. അതൊക്കെ ഇനി എന്ന് ഇട്ട് തീർക്കുന്നുള്ളത് ദൈവത്തിനറിയാം. കുറേ നേരം എയർപോർട്ടിൽ തുള്ളിച്ചാടിയൊക്കെ നടന്നു, ഹെലികോപ്റ്റർ കണ്ടു. പിന്നെ ആൾക്ക് കുറച്ച് ബോറടിച്ച്. അപ്പോൾ ആൾ കുറച്ച് നേരം അമ്മ ഫോൺ തരാമോ എന്ന് ചോദിച്ച് ഫോണും കണ്ടിരിക്കുകയാണേ. ആദ്യമായിട്ടാണ് ബുൾബുൾ ഒരു 2 മണിക്കൂറൊക്കെ ഒരേ സ്ഥലത്ത് ക്ഷമയോടിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴായാലും ഒരു കല്യാണത്തിനായാലും എന്തെങ്കിലും ഫംഗ്ഷന് പോയാലും അവൾക്ക് പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ടെത്തണം. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് അവൾ എയർപോർട്ടിൽ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവളും ഭയങ്കര ത്രില്ഡായിരുന്നു ഈ ഒരു ട്രിപ്പിനായിട്ട്. സോ അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുന്നേ ബുൾബുൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ എനിക്ക് വിൻഡോ സീറ്റ് വേണം എന്നുള്ളത്. അങ്ങനെ ഭാഗ്യവശാൽ അവൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അഞ്ജലിക്കും വിൻഡോ സീറ്റ് ആയിട്ട്, എനിക്ക് മാത്രം വിൻഡോ സീറ്റ് കിട്ടിയില്ല. സാരമില്ല, പോട്ടെ, അവളുടെ അടുത്ത് തന്നെ ഇരിക്കണമല്ലോ എനിക്കും. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഞങ്ങൾ ക്ലൗഡിനെ കണ്ടു, താഴെ നോക്കുമ്പോൾ കൊച്ചി നഗരം മൊത്തം കണ്ടു. എന്ത് രസമായിരുന്നെന്നോ കാണാൻ. എൻ്റെ പൊന്നു മക്കളെ, ഒരിക്കലെങ്കിലും നമ്മൾ ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴുള്ളൊരു അത് എങ്ങനെ പറഞ്ഞൊപ്പിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പൊന്നു മക്കളെ, അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവസ്ഥ. ബുൾബുളിനായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളത് പൊങ്ങുന്ന സമയത്ത് 2 ആളും കൈ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നേ. ബുൾബുൾ, ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്തത്? ഒരു ആകാശത്ത് അമ്പളിമാമന് ഇങ്ങനെ ഒതിച്ചു പോകാന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. അതെന്ത് ഫീലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആകാശത്ത് അമ്പിളിമാമൻ ഉദിച്ചു പോകുന്ന ഫീലോ എന്ന് വെച്ചാല് അമ്പിളിമാമ ആദ്യം തെളിയത്തില്ലേ, പിന്നെ ഇങ്ങനെ മാഞ്ഞു പോകത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. മേ ബി ഇത് ഞാൻ പറഞ്ഞ ആ ഒരു അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖാവും. അപ്പം അവളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് 2 ആൾക്കും അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് രസമായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് തീർന്ന പോലെയാണ് തോന്നിയത്. കാരണം 1 മണിക്കൂറേ ഉള്ളൂ നമുക്ക് കൊച്ചി ടു അഗത്തി ഐലൻഡിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊരു 10:30 ആയ സമയത്ത് ഞങ്ങൾ അഗത്തി ഐലൻഡിലെത്തി. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു. നൗഷാദ് ഖാനായിരുന്നു ഗൈഡിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ പുള്ളിൻ്റെ കൂടെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളുടെ ഹോം സ്റ്റേയിലോട്ട് യാത്ര തിരിച്ചു. കടലിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ലക്ഷദ്വീപ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അവിടുത്തെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമായിരുന്നു. നമ്മളുടെ കോഴിക്കോടത്തെ ബീച്ചൊക്കെ കാണുമ്പോൾ ഇതാണോ ബീച്ച്, ഇത് എന്ത് ബീച്ചാന്നുള്ള രീതിയിലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു തോന്നിയത്. കാരണം ലക്ഷദ്വീപത്തെ കടലെന്ന് പറയുമ്പോൾ അത്രയും
അത്രയും രസമുള്ളൊരു കടലായിരുന്നു. അതിന്റെ വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നും, പക്ഷെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ, ഉപ്പ് വെള്ളമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. നമുക്ക് കറക്റ്റ് ബീച്ച് സൈഡിലായിരുന്നു ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് ചേച്ചി ഒരു ഡ്രിങ്ക് ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ കിടന്നേ. കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്ത് ബുൾബുളിനെ വീട്ടിലാക്കിയിട്ട് ഞാനും അഞ്ജലിയും കൂടെ ബീച്ച് വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലോട്ട് പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് എന്ത് ഭംഗിയാ ലക്ഷദ്വീപ് കാണാൻ. കുറേ തെങ്ങുകളും കടലും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മറന്നു. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തേ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ നോക്കിയിരിക്കുന്നത് എന്ന്. ചുമ്മാ ഒരു രസം, ഒരു പോസ് ഇട്ടതാണ്. കുറേ നേരം ഞങ്ങൾ രണ്ടാളും അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിന്റെ ടൈമായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ദിവസത്തെ ഡേ ഔട്ടിനായിട്ട് പുറത്ത് പോകാൻ നിൽക്കുവാണ്. ആദ്യം തന്നെ ബുൾബുളിനെ ഒരുക്കണേ, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാൻ ഒരുങ്ങുന്ന സമയത്ത് അമ്മ എനിക്ക് അതിട്ടിതാ ഇട്ടിതാ എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവളെ ഒരുക്കാനാണ്. നമ്മൾ അവളെ നല്ലപോലെ വൃത്തിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയേ. അങ്ങനെ ഞാനും അഞ്ജലിയും ഒക്കെ ഡ്രസ്സ് ചെയ്ത് നമ്മുടെ നൗഷാദ് കട കൂടെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഈസ്റ്റേൺ ബോട്ടിച്ചട്ടി കാണാനാണ്. അവിടെ ചെന്നപ്പം നൗഷാദ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അതായത് കടലിന്റെ കളർ പച്ച കളറാണെങ്കിൽ അവിടെ ആഴം കുറവാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് നീല കളറായി വരും, അപ്പം അതിൻ്റെ ആഴം കൂടും, പിന്നെ അത് ബ്ലാക്ക് ആവും, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കടലിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ ഫിഷിനെ കാണിച്ചു തന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇപ്പം അത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പം അത് അത്രയും ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായിരുന്നേ. ഈ വീഡിയോയിൽ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ കടലും അതുപോലെ തന്നെ മീനിനെയൊക്കെ കാണുമ്പോൾ എന്നുള്ളത്. പിന്നെ ഞാനും ബുൾബുളും കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് ഞാനും അവളും ഓടി അതുപോലെ അവളെ പിടിച്ച് കറക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് എടുത്തു. കടലിനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലഗൂൺ ബീച്ചിലോട്ടായിരുന്നു. ലഗൂൺ ബീച്ചും ഭയങ്കര അടിപൊളിയാണ് കാണാൻ. വെള്ളം കണ്ടാൽ ബുൾബുളിന് ഒരു പ്രശ്നമുണ്ട്, അതിൽ ചാടണം. അതിൽ ചാടിയാൽ മാത്രം പോരാ, അതിൽ കുറേ നേരം ഇരുന്ന് കളിക്കണം. പിന്നെ അതിനെ നമുക്ക് പിടിച്ചാലേ കിട്ടൂല. ആ വെള്ളത്തിൽ അങ്ങനെ തുള്ളി കളിച്ചോണ്ടേയിരിക്കും. അപ്പം ആദ്യമൊക്കെ ഞാൻ അവളെ വെള്ളത്തിലോട്ട് ഇറക്കാൻ കുറച്ച് മടിച്ചു. പിന്നെ അവസാനമായപ്പോഴത്തേന് പിന്നെ ഒന്നും നോക്കിയില്ല, അവൾ തന്നെ പറഞ്ഞു ഞാൻ ചാടും. അങ്ങനെ അവൾക്കുള്ള അവസരം എന്നുള്ള രീതിയിൽ അവൾ ചാടിക്കോട്ടെ എന്ന് വിചാരിച്ചു.
പിന്നെ നമ്മൾ പോയത് അന്താൻ ബീച്ചിലോട്ടായിരുന്നേ. ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് പ്ലേസ് ആയിരുന്നേ അന്താൻ ബീച്ച്. അവിടെ പോയിട്ട് ഞാനും അഞ്ജലിയും കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോഴാണ് ബുൾബുൾ പറഞ്ഞത്, അമ്മ എനിക്കിവിടെ മണ്ണ് കളിക്കണം, വെള്ളത്തിൽ ചാടണം. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, അവൾ അവളുടെ കളി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനും അഞ്ജലിയും കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് രാത്രി ആയതിന്റെ ശേഷമാണ് പോയത്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ പതിയെ വീട്ടിലോട്ട് പോയി. ഇന്ന് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നേ കഴിക്കാൻ. ഇട്ടുബെന്തത്, അങ്ങനെയാണ് നൗഷാദിക്ക് അതിന്റെ പേര് പറഞ്ഞത്. അതായത് ഈ ചിക്കനും അരിയും കൂടെ ഒരുമിച്ചിട്ട്, നമ്മുടെ ഇവിടുത്തെ കോഴിക്കോടൊക്കെ ഉള്ള മദ്ഹൂത്ത് പോലത്തെ ഒരു സാധനമാണ് തോന്നിയത്. അങ്ങനെ ഇട്ടുബെന്തതൊക്കെ കഴിച്ചു ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി.